ഹോർമുസിൽ എണ്ണക്കപ്പലിന് നേരെ US നാവികസേന നടത്തിയ ആക്രമണത്തിൽ ഭാരതീയരായ 3 നാവികർ കൊല്ലപ്പെട്ടു. ഇതിന് പിന്നാലെ ജൽവീർ എന്ന കപ്പലിനെതിരെയും ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നു. കപ്പലിൽ 20 ജീവനക്കാരും ഭാരതീയരാണ്. ഒമാൻ തീരത്താണ് രണ്ടാമത്തെ കപ്പലിന് നേരെ US നാവികസേന ആക്രമണം നടത്തിയത്. ആക്രമണത്തെ UN സുരക്ഷാ കൗൺസിലിൽ ഭാരതം ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഹോർമുസ് കടലിടുക്കിലാണ് കപ്പലുകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു. അതിൽ ആദ്യം ആക്രമിക്കപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്ന ഭാരതീയരിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഏതാനും മണിക്കൂർ മുമ്പ് രണ്ടാമത്തെ കപ്പലും ആക്രമിക്കപ്പെടുന്നു. അത് US നാവികസേനയുടെ ആക്രമണമാണ് നടന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ ഐസൺ ജോസ്? തീർച്ചയായും വീണ്ടും ഒമാൻ തീരത്ത് മറ്റൊരു കപ്പൽ ഹോർമുസിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയ ബിസോയിൽ രജിസ്റ്റർ ചെയ്ത MT ജൽവീർ എന്ന് പറയുന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ കപ്പലിലെ 20 പേരും ഭാരതീയരായ നാവികരാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അല്പസമയം മുമ്പ് വിനോദ് സൂചിപ്പിച്ച സെറ്റബെല്ലോ എന്ന കപ്പലിലെ 24 നാവികരും ഭാരതീയരായിരുന്നു. ഇതിൽ 3 പേരാണ് കൊല്ലപ്പെടുകയും 21 പേരെ രക്ഷപ്പെടുത്താനാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ അടുത്ത് വന്ന റിപ്പോർട്ടുകൾ. അതായത് വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ ഷിപ്പിംഗ് മന്ത്രാലയവും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് മാരിവെക്സ് എന്ന് പറയുന്ന മറ്റൊരു പലാവൂർ രജിസ്ട്രേഷനുള്ള കപ്പലിന് നേരെയും ആക്രമണം നടന്നിരുന്നു. പക്ഷേ ആ ആക്രമണത്തിൽ 24ഓളം പേരുള്ള ഭാരതീയരായ ജീവനക്കാരെ എല്ലാം രക്ഷപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ ഈ സെറ്റബെല്ലോയിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. 3 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. സമാന രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ജൽവീറിന് നേരെ ഉണ്ടായിരിക്കുന്നത്. 20 ഭാരതീയരായ നാവികരാണ് ആ കപ്പലിലുമുള്ളത്. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ യുഎന്നിലെ സ്ഥിരം പ്രതിനിധി പർവ്വതേനി ഹരീഷ് ഇക്കാര്യം അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. അപലപിച്ചത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നാവിക സംവിധാനങ്ങൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ ഭാരതീയരായ നാവികർ നിരവധി രാജ്യങ്ങളിലെ വിവിധ കപ്പലുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ അവരുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 3 കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ആദ്യത്തെ കപ്പലിൽ 24 പേരുണ്ടായിരുന്നു, ഭാരതീയരായിരുന്നു. ഇന്ന് ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട കപ്പലിലും 24 ഭാരതീയരുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇന്ന് ആക്രമിക്കപ്പെട്ട ജൽവീറിലും 20ഓളം നാവികർ ഭാരതീയരാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ വലിയ തോതിൽ ഭാരതീയരായ കപ്പൽ ജീവനക്കാർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ഒട്ടും അംഗീകരിക്കാനാവില്ല. ഇത് തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരുടെ ജീവന് വെല്ലുവിളിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുന്ന രീതിയിൽ ഇന്ധനത്തിൻ്റെ ലഭ്യത തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു നാവിഗേഷൻ ഉറപ്പാക്കുന്നതിന് കാര്യമായ ഇടപെടൽ അനിവാര്യമാണെന്നും അക്കാര്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും UN സെക്യൂരിറ്റി കൗൺസിലിൽ വളരെ കൃത്യമായി ഭാരതം നിലപാട് അറിയിച്ചിരുന്നു. മറ്റൊരു നിലപാട് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്നലെ തന്നെ ഈ സെറ്റബെല്ലോ ആക്രമണത്തിൽ 3 പേരെ കാണാതായ സാഹചര്യമായിരുന്നു രാത്രി ഉണ്ടായത്. അപ്പോൾ തന്നെ ഭാരതത്തിലെ അമേരിക്കയിലെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി കൃത്യമായ പ്രതിഷേധം ഭാരതം അറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും ആക്രമണങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. പക്ഷേ അമേരിക്ക നൽകുന്നൊരു ന്യായീകരണം എന്ന് പറയുന്നത് എണ്ണ വിൽപ്പന ഉപരോധിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപ്പിലാക്കലുകളാണ് ഇറാനെതിരെ ശക്തമായി അമേരിക്ക തുടരുന്നത്. ഇതിൻ്റെ ഭാഗമായി എണ്ണ കടത്തിക്കൊണ്ടുപോകാൻ വരുന്ന കപ്പലുകൾ, അതായത് ഉപരോധം മറികടന്ന് എണ്ണ കടത്തിക്കൊണ്ടുപോകാൻ വരുന്ന കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. പക്ഷേ അത് ഭാരതീയരായ നാവികർ അതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിന് ഗൗരവമേറിയൊരു വിഷയവുമാണ്. രജിസ്റ്റേർഡായ കപ്പലുകൾ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്ത കപ്പലുകൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന കൃത്യമായ നിലപാടാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഐസൺ, ഒരു സംശയം. ഇപ്പോൾ അമേരിക്ക പറയുന്നത് എണ്ണ കടത്തിക്കൊണ്ടു പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട കപ്പലുകളാണോ ഈ ആക്രമിക്കപ്പെട്ടത്? നേരത്തെ ആക്രമിക്കപ്പെട്ട കപ്പലിലും ഭാരതീയരുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ കപ്പൽ ജൽവീർ, അതിനെതിരെ നടക്കുമ്പോഴും ആ കപ്പലിലും ഭാരതീയരാണ് ഏറെയുമുള്ളത്. അപ്പോൾ ഈ കപ്പലുകൾ ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന് സ്ഥിരീകരണം വരുന്നുണ്ടോ? ഇവിടെയൊക്കെ ഭാരതീയരായിട്ടുള്ള ആളുകൾ കൂടുതൽ ആ കപ്പലുകൾ ജോലി ചെയ്യുന്നു, അങ്ങനെയാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വിനോദ്, ഈ കപ്പലുകളെ ഷാഡോ കപ്പലുകൾ എന്നാണ് വിശദീകരിക്കുന്നത്. അതായത് ഷാഡോ ഷിപ്പിംഗ്, ഷാഡോ ഫ്ലീറ്റ് എന്നാണ് സാങ്കേതികമായി ഇതിനെ പറയുക. അതായത് ഈ ഉപരോധം മറികടന്ന് എണ്ണ കടത്തി കൊണ്ടുപോവുക, അത് പല രാജ്യങ്ങളിലേക്ക്, അതായത് ചൈനയിലേക്കാവാം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കാവാം. അത്തരത്തിൽ എണ്ണ കൊണ്ടുപോകുന്നതിന് വിവിധ രാജ്യങ്ങളിലെ രജിസ്ട്രേഷനുള്ള വിവിധ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് സ്വാഭാവികമായും കാലങ്ങളായി തുടരുന്ന ഒരു രീതിയാണത്. ഈ ഷാഡോ ഫ്ലീറ്റുകൾക്ക് നേരെയാണ് ആക്രമണം എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് എങ്കിൽ കൂടി സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഷാഡോ ഫ്ലീറ്റുകൾ
വ്യവസ്ഥാപിത സംവിധാനങ്ങൾ, അതായത് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ്റെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാവിക സംവിധാനങ്ങളുടെയും ഭാഗമായി കൃത്യമായ അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളിലൂടെ യാത്ര ചെയ്യുന്ന രജിസ്ട്രേഷനുള്ള യഥാർത്ഥ കപ്പലുകൾ, അതായത് നിയമത്തിൻ്റെ അനുസൃതമായി പ്രവർത്തിക്കുന്ന കപ്പലുകളാണ് ഇവയൊക്കെ. ഈ കപ്പലുകൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് സ്വതന്ത്ര നാവിഗേഷനെ അല്ലെങ്കിൽ സ്വതന്ത്രമായ കപ്പലോട്ടത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടി സ്വീകരിക്കരുത് എന്നാണ് കൃത്യമായും ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ആ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. പക്ഷേ എണ്ണ കടത്തിക്കൊണ്ടു പോകുന്നതാണ് IRGCയുടെ ഒരു വരുമാന മാർഗം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ എണ്ണ ഈ രീതിയിൽ വിൽപ്പന നടത്തുന്നതാണ് IRGCയുടെ വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ IRGCയെ ദുർബലമാക്കുന്നതിൻ്റെ ഭാഗമായി, സാമ്പത്തികമായി ദുർബലമാക്കുന്നതിൻ്റെ ഭാഗമായാണ് കർശനമായ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം ഉണ്ടാകുന്നത്. എന്തുതന്നെയായാലും ഭാരതീയരായ നാവികരുടെ ജീവന് വെല്ലുവിളി ഉയർത്തുന്ന 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുക പോലും ചെയ്തൊരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് ഭാരതം UN-ലും അതുപോലെ തന്നെ ഭാരതത്തിലെ നയതന്ത്ര പ്രതിനിധിയോടും കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. അതെ, വ്യക്തമാണ്. ഹോർമുസ് കടലിടുക്കിലാണ് കപ്പലുകൾക്ക് നേരെ US നാവികസേന നടത്തിയ ആക്രമണം. അത് തുടരുകയാണ്. ആദ്യം നടത്തിയ ഒരു കപ്പലാക്രമണത്തിലാണ് 3 നാവികരായ ഭാരതീയർ കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കപ്പലും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതിലും 20ഓളം ഭാരതീയരായിട്ടുള്ള നാവികരുണ്ട് എന്നുള്ള വാർത്തയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് പങ്കുവെക്കുന്നത്.